ഹായ്, ഇന്നത്തെ യാത്ര ടോക്കിയോയിൽ നിന്നും ക്യൂഷുവിലേക്കാണ്. ഹനേഡ എയർപോർട്ടിൽ നിന്നും ഫുക്കോക്കയിൽ ചെന്ന് ഷിൻകാൻസൻ കയറി കോക്കുറ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ലോക്കൽ അല്ലെങ്കിൽ റാപ്പിഡ് ട്രെയിൻ എടുത്ത് JR മോജിക്കോ സ്റ്റേഷനിൽ എത്തി. ഇതാണ് JR മോജിക്കോ സ്റ്റേഷൻ. വളരെ ഫേമസ് ആയ ഒരു റെട്രോ വൈബ് തരുന്ന സ്റ്റേഷനാണ്. കോക്കുറ സ്റ്റേഷനിൽ നിന്നും ഒരു 15 മിനിറ്റ്സ് ട്രാവലുണ്ട് മോജിക്കോ സ്റ്റേഷനിലേക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് കിത്താക്യൂഷുവിലാണ്. 1914 ഇത് കൺസ്ട്രക്ട് ചെയ്തത്. 1889 ഈ പോർട്ട് കൺസ്ട്രക്ട് ചെയ്തത്. നല്ലൊരു സൂപ്പർ വൈബായിരുന്നു ഈ പോർട്ട്. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ഹബ്ബായിരുന്നു ഇത്. ഇറ്റ് വാസ് കൺസിഡേർഡ് വൺ ഓഫ് ദി 3 മേജർ പോർട്ട്സ് ഓഫ് ജപ്പാൻ അറ്റ് ദാറ്റ് ടൈം. അതിൽ യോക്കോഹാമയും ഗോവയും കൂടി ഇൻക്ലൂഡഡ് ആണ്. പല ഓൾഡ് ബിൽഡിങ്സും അതേപടി പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും നമുക്ക്. ഈ കാണുന്നതാണ് ബ്ലൂവിംഗ് മോജി ബ്രിഡ്ജ്. അതൊരു ഡ്രോ ബ്രിഡ്ജാണ്. 108 മീറ്ററാണ് അതിന് നീളം. ബോട്ടെല്ലാം കടന്നു പോകുമ്പോൾ ഈ ബ്രിഡ്ജ് 60 ഡിഗ്രി മുകളിലോട്ട് ഉയരും. അപ്പോൾ ബോട്ടിന് കടന്നു പോകാം. ആ കാഴ്ച ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇന്നിവിടെ ഒരു ഡോഗ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി കുഞ്ഞ് ഡോഗ്സും വലിയ ഡോഗ്സും ഭയങ്കര വെറൈറ്റിയുള്ള ഡോഗ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഈ ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് ഫോട്ടോ കൊടുക്കി. അതുകൂടാതെ ഡോഗ്സിൻ്റെ എല്ലാ സാധനങ്ങളും, ഡ്രസ്സും ഫുഡും എല്ലാം അവിടെ സെയിലിനുണ്ടായിരുന്നു. അതുകൂടാതെ പെറ്റ്സിന് വേണ്ടിയിട്ട് അവർ കുറേ ആക്ടിവിറ്റീസും എല്ലാം സംഘടിപ്പിച്ചിരുന്നു. അതൊരു നല്ല കാഴ്ചയായിരുന്നു. ഈ ബ്ലൂ കളറിൽ ടോളായിട്ട് കാണുന്നതാണ് മോജി പോർട്ട് ടവർ ഒബ്സർവേറ്ററി. അതിന് 103 മീറ്ററാണ് ഉയരം. അതിൻ്റെ മുകളിൽ നിന്നാൽ ഈ പരിസരം മൊത്തം കാണാൻ പറ്റും. ഒരു ബോട്ട് റൈഡ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 1200 യെന്നാണ് ചാർജ്. ഈ ബോട്ടിലാണ് പോയത്. അപ്പോൾ ബോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ബ്രിഡ്ജ് പൊങ്ങിയത് വീണ്ടും താഴാൻ തുടങ്ങി. ഈ കാണുന്നതാണ് കമ്മോൺ സ്ട്രെയിറ്റ് അഥവാ കമ്മോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് ഹൊൻഷുനെയും ക്യൂഷുനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്ലോസസ്റ്റ് സിറ്റി ആയിട്ടുള്ള ഷിമാനോസെക്കിയിലേക്കുള്ള ആക്സസ് ആണ്. ഷിമാനോസെക്കിയിലേക്ക് ഒന്നില്ലെങ്കിൽ കമ്മോൺ ബ്രിഡ്ജ് വഴി പോകണം, അല്ലെങ്കിൽ അണ്ടർ ഏരിയ പെഡസ്ട്രിയൽ വാക്ക് ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അല്ലെങ്കിൽ ഒരു ഫെറി ഷിമാനോസെക്കിയിലേക്ക് എടുത്താൽ മതി. ഞങ്ങളത് എടുത്തായിരുന്നു. 400 യെന്നാണ് അതിന് കോസ്റ്റ് ആവുന്നത്.
ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയാണ് പോകുന്നത്. ഈ ബോട്ടിന് നല്ല സ്പീഡാണ് കേട്ടോ. ഇപ്പോൾ കാണുന്നത് ഒരു വേൾഡ് ഹെറിറ്റേജ് ആണ്. അത് അവരതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് ഷിമാനോസെക്കി പോർട്ടാണ്. അതൊരു വലിയ പോർട്ടായിരുന്നു. ഈ ഷിമാനോസെക്കി ഐലൻഡിൽ നല്ല സ്ട്രൈൻസും കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കും വലിയവർക്കും പോകാം, അക്വേറിയമോ എല്ലാം ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, കുട്ടികൾക്ക് പാർക്കുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മോജിക്കോ പോർട്ട് പോകുന്ന എല്ലാവരും തന്നെ ഈ ക്രൂയിസ് എടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല നല്ല രസമായിരുന്നു ആ ക്രൂയിസ് മൊത്തം. ഇപ്പോൾ കാണുന്ന ഷിപ്പിലല്ലേ ആളുകളെ കയറ്റുന്നുണ്ടായിരുന്നു. അതൊരു യുദ്ധക്കപ്പലായിരുന്നു. railway station. Tapos, അടുത്ത് എടുത്തത് ഒരു ട്രെയിൻ യാത്രയായിരുന്നു. അത് റെട്രോ ട്രെയിൻ ആയിരുന്നു. ആ ട്രെയിൻ ചാർജ് 500 ആയിരുന്നു വൺ വേ. തിരിച്ചു വരുമ്പോൾ 1000 ആവും. അപ്പോൾ 1000ൻ്റെ ടിക്കറ്റ് എടുത്തെങ്കിലും തിരിച്ച് നടന്നാണ് ഞാൻ വന്നത്. ഒരു 45 മിനിറ്റ്സ് പിടിക്കും തിരിച്ചു വരാൻ. പക്ഷെ അതൊരു ഭയങ്കര നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് തോന്നി. കുട്ടികളൊക്കെ വന്നപ്പോഴേ ഈ യാത്ര വളരെ രസമായിരുന്നു. അവർക്ക് ഈ ട്രെയിൻ ഒരു ടണലിൽ കൂടി കയറുമ്പോൾ ആ ട്രെയിനിൻ്റെ റൂഫിൽ മൊത്തം ലൈറ്റപ്പൊക്കെ ചെയ്ത്, ലൈറ്റപ്പ് എന്ന് പറയാൻ പറ്റുമോ, ഇലുമിനേഷനൊക്കെ വന്നിട്ട് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടു നോക്കുന്നത്.
നടന്നു വരാൻ തീരുമാനിച്ചത് ഒരു നല്ല ഓപ്ഷനാണെന്ന് പറഞ്ഞില്ലേ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ട ബോട്ട് യാത്രയിൽ ദൂരെ നിന്ന് കണ്ട എല്ലാ സ്ഥലത്തിലും കയറി കണ്ട് പോരാൻ പറ്റും. ആ സമയത്ത് നമ്മൾ കണ്ട ഷ്രൈൻ അതിലെല്ലാം നമ്മൾ കയറി കണ്ട് പോന്നു. ഇതാണ് നമ്മുടെ കമ്മോൺ ബ്രിഡ്ജ്. അതിൻ്റെ താഴെ കൂടിയാണ് നമ്മൾ പോരുന്നത്. ആ ഷ്രൈൻ നോക്കി എന്ത് ഭംഗിയാണ്. ഇത് അടുത്ത ഷ്രൈനാണ് കേട്ടോ. ഇത് ഷിമാനോസെക്കി ഐലൻഡിൽ കണ്ട ഷ്രൈനാണ്. ഇവിടെ ഫുഗു എന്ന് പറഞ്ഞ ഫിഷ്, പഫ ഫിഷിൻ്റെ കുറേ രൂപമൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രേഡിന് പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് കേട്ടത്. അങ്ങനെ മനോഹരമായൊരു ദിവസത്തിന് വിരാമമാവുകയാണ്. അതുകൊണ്ട് ഡിന്നറെല്ലാം കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. നല്ല ടയേർഡുമായിരുന്നു. അപ്പോൾ പോർട്ടിൽ തന്നെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പോൾ പോർട്ട് മുഴുവൻ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം കാണാൻ പറ്റി. അതുകൂടാതെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചീസെല്ലാം ഇതുപോലെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ചെയ്തിട്ട് അതിൽ പാസ്തയൊക്കെ ഇട്ടിട്ട് എല്ലാം നമ്മളുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് എല്ലാം ചെയ്ത് ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഹാമും എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലതായിരുന്നു. ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ, ഭയങ്കര നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ വ്യൂ. ബ്രിഡ്ജെല്ലാം ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി തിരിച്ചുള്ള യാത്രയാണ്. ഷിൻകാൻസൻ കയറി എയർപോർട്ടിൽ പോയി എയർപോർട്ടിൽ നിന്ന് ടോക്കിയോയിലേക്ക്. നല്ല യാത്രയായിരുന്നു കേട്ടോ. മോജിക്കോയിൽ സ്പെഷ്യൽ ബിയർ ഉണ്ടായിരുന്നു, അതെല്ലാം കുടിച്ച് നോക്കി. ഫ്രൂട്ടി ടേസ്റ്റുള്ള നല്ല ബിയറായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒത്തിരി പേരൊന്നും പോയി കാണാനിടയില്ലാത്തൊരു സ്ഥലമായിരിക്കും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ല വൈബായിരുന്നു. അപ്പോൾ ക്യൂഷുവിൽ പോകുന്നവർ കിത്താക്യൂഷുവിലെ ഈ മോജിക്കോ റെട്രോ പോർട്ടിലൊന്ന് പോയി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അത്ര നല്ല വൈബാണ് അവിടെ. നല്ല സമാധാനവും ഒരു ദിവസം ഫുൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കാം. ഫുഡും എല്ലാം ഉണ്ട്, കാഴ്ചകളും. ഇതാണ് കേട്ടോ മോജിക്കോ ബിയർ ഹൗസ്. ഇവിടെ നിന്നാണ് ബിയർ ടേസ്റ്റ് ചെയ്തത്. നല്ലതായിരുന്നു. ഒരു ഫ്രൂട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ബിയറിന്. ഇനി ബനാനയാണോ എനിക്കത്ര മനസ്സിലായില്ല. വീണ്ടും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ.